ഹരി ഓം. SPYSS NYC മലയാളം സംസ്കാരം സംഘടന സേവ നമ്മുടെ ഭഗവത്ഗീതയിലെ ബാല യുവ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് വിഭൂതി യോഗം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാല യുവ അധ്യയനം. അപ്പോൾ ഇന്നും കൊച്ചുകുട്ടികളാണ് നമ്മുടെ ധ്യാന ശ്ലോകവും ഈ ശ്ലോകം റിപ്പീറ്റേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ധ്യാന ശ്ലോകത്തിലൂടെ തുടങ്ങാം. ധ്യാനത്തിന് വേണ്ടി ധ്യാൻ മാധവണ്ണൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹരിയോ ഹരിയോ. തുടങ്ങാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം പാത്തായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ മുല്ലാരവിന്ദായതാ പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപാ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതഗുഹേ നമഃ. ഹരി ഓം. ഇനിയും നമുക്ക് ചാൻറ്റിങ് ഗൈഡൻസിനായിട്ട് രമാക്ക, ചാൻറ്റിങ് റിപ്പീറ്റേഷനായിട്ട് വിവേകണ്ണനും എത്തുന്നുണ്ട്. തുടർന്ന് സുനിതാക്ക ഇതിന്റെ എക്സ്പ്ലനേഷൻ നൽകുന്നു. ഹരിയോം രമാക്ക. ഹരി ഓം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാ സഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം പടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഹരി ഓം. വിവേകണ്ണ. ശ്ലോകം 15. സ്വയമേവാത്മനാത്മാനം സ്വയമേവാത്മനാത്മാനം വേത്ത ത്വം പുരുഷോത്തമ വേത്ത ത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ ദേവദേവ ജഗത്പദേ സ്വയമേവാത്മനാത്മാനം വേത്ത ത്വം പുരുഷോത്തമ സ്വയമേവാത്മനാത്മാനം വേദ ത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പദേ സ്വയമേവാത്മനാത്മാനം വേത്ത ത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ സ്വയമേവാത്മനാത്മാനം വേദ ത്വം പുരുഷോത്തമ
ഭൂതഭാവനഭൂതേശ ദേവദേവ ജഗത്പദേ. അടുത്ത ശ്ലോകം. വക്തുമർഹസ്യ ശേഷേണ വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ വിഭൂതിഭിർലോകാൻ ഇമാം സ്ത്വം വ്യാപ്യ തിഷ്ഠസി ഇമാം സ്ത്വം വ്യാപ്തതിഷ്ഠസി. വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം സ്ത്വം വ്യാപ്യ തിഷ്ഠസി യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം സ്ത്വം വ്യാപതിഷ്ഠസി. വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം സ്ത്വം വ്യാപ്യ തിഷ്ഠസി വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം സ്ത്വം വ്യാപതിഷ്ഠസി. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം കേൾക്കാം. ഹരി ഓം. എല്ലാ കുഞ്ഞുങ്ങൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 15ഉം 16ഉം ശ്ലോകങ്ങളാണ് ഇവിടെ നോക്കുന്ന വിഭൂതി യോഗത്തിലെ. വിഭൂതി യോഗം ഇത്രയും കുഞ്ഞുങ്ങൾ ഇപ്പൊ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. അപ്പം എല്ലാവരും നല്ല ഭാഗ്യമുള്ളവരാണല്ലോ ഇങ്ങനെ ഒരു വേദിയിലൂടെ വന്ന് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റിയത്. സാധാരണ ഭഗവത്ഗീത നാരായണിയൊക്കെ എല്ലാവരും വയസ്സായി കഴിഞ്ഞാൽ പഠിക്കാൻ തുടങ്ങുക. ഇപ്പൊ കൊച്ചു കൂട്ടുകാരെല്ലാം പഠിക്കാൻ തുടങ്ങിയത് നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഭഗവത്ഗീതയൊക്കെ വായിച്ച് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ഒരുപാട് അറിവ് കിട്ടും. അത് മാത്രമല്ല നമുക്ക് വളരെ ശക്തി, ബുദ്ധി, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള അറിവ്, കരുണ, കരുതൽ ഇതെല്ലാം കിട്ടും അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് പരീക്ഷ പാസ്സാകാനോ ഫസ്റ്റ് റാങ്ക് വാങ്ങാനോ ഒന്നും ഒരു പാടില്ല. അതല്ല ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല, ജസ്റ്റ് പാസ്സേ ഉള്ളൂ എങ്കിലും നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെയാണ് ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെ? നന്നായി ജീവിക്കാൻ പഠിക്കുന്ന കുട്ടികളാണ്. നമ്മുടെ മനസ്സെങ്ങനെയോ അതുപോലെയാണ് നമ്മൾ അല്ലെ? രാവിലെ എഴുന്നേറ്റ് യോഗയൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരുന്ന ആ ദിവസം മുഴുവൻ നമുക്ക് സന്തോഷമല്ലേ? അതേപോലെ വളരെ നല്ല കുഞ്ഞുങ്ങളായിട്ട് എല്ലാരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് നോക്കാം ശ്ലോകം. ഓക്കെ, നമുക്ക് പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സ് പോലെയാണ് നമ്മളുടെ ജീവിതം, സന്തോഷം, മറ്റുള്ളവരെ നമ്മൾ നോക്കിക്കാണുന്നത് എല്ലാം, നമ്മളുടെ നന്മ തിന്മ എല്ലാം. നമ്മളുടെ മനോഭാവത്തിനനുസരിച്ച് ലോകം നിറം മാറും അല്ലെ? അങ്ങനെയാണ് നമ്മളുടെ അനുഭവം. നമുക്ക് സന്തോഷമുള്ളപ്പോൾ ലോകം മധുരവും മനോഹരമായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ മനോഭാവം മാറുമ്പോൾ ലോകം തന്നെ മാറി കണ്ണീരും കഥനവുമായിട്ട് മാറും. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നോ അതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ലത് വരട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലത് മാത്രം വരും അല്ലെ? നല്ലതേ വരുള്ളൂ. മോശമായിട്ട് എന്തെങ്കിലും വന്നാലും നമ്മൾ അതിനെ നല്ലതായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും, തീർച്ചയായിട്ടും പറ്റും ഭഗവത്ഗീതയിലൂടെ. ഈ ഒരു അധ്യായനം അതിനുള്ള ഒരു വേദിയാണ്. ഈ ഒരു വേദി നല്ല ഒരു വേദിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മനസ്സെങ്ങനെയോ അങ്ങനെയാണ് ലോകം. മനസ്സില്ലെങ്കിൽ ലോകവും ഇല്ല. അതാണ് നമ്മൾ ഭഗവാൻ അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്? ധൈര്യത്തോടെ, കരുത്തോടെ, കരുതലോടെ ഇരിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ ലോകം സൃഷ്ടിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ലോകം സൃഷ്ടിക്കുന്നു അല്ലെ? വേറൊരാൾ അയാളുടെ മനസ്സുകൊണ്ട് അയാളുടെ ലോകം സൃഷ്ടിക്കുന്നു. അതിനാൽ തത്വശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ സമഷ്ടി മനസ്സിന്റെ സൃഷ്ടിയാണ് സമഷ്ടി പ്രപഞ്ചം. ഈ സമഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഇപ്പോ നമുക്ക് വൃഷ്ടിയും സമഷ്ടിയും എന്താണെന്ന് മാത്രം നോക്കാം. സസ്യലോകത്തിന്റെ അവികസന മനസ്സും മൃഗലോകത്തിന്റെ അല്പവികസിത മനസ്സും മനുഷ്യലോകത്തിന്റെ വികസിത മനസ്സും ഉൾപ്പെടുന്നതാണ്
സമഷ്ടി മനസ്സ്. അതായത് ഈശ്വരനാണ്, പ്രകൃതിയാണ് എല്ലാം, അല്ലെ? മനുഷ്യനാണ് ഏറ്റവും ജന്തുലോകത്തിൽ വെച്ച് വിവേകശാലി, അല്ലെ? സസ്യലോകത്തിന്റെ അവികസന മനസ്സ്, ജന്തുലോകത്തിന്റെയോ അല്പവികസന മനസ്സ്. മനുഷ്യൻ വളരെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് ചന്ദ്രനിൽ വരെ എത്തിച്ചേർന്ന ബുദ്ധിമാനായ ആളാണ് മനുഷ്യൻ. ഇതെല്ലാം കൂടെ ചേർന്നതാണ് സമഷ്ടി. ഇതാണ് ഈ വേദാന്തത്തിലെ ഈശ്വര സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിന്റെ വിവക്ഷിതം വളരെ വിശാലമാകുന്നു. അത് ഈശ്വരന്റെ സർവജ്ഞത്വവും സർവവ്യാപിത്വവും തെളിയിക്കുന്നു. മാത്രമല്ല ലോക മഹേശ്വരൻ എന്ന വിശേഷണത്തിന്റെ പ്രാധാന്യം കൂടി, അതൊക്കെ നിങ്ങൾ നേരത്തെയുള്ള ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ടാവും. വിശദമാക്കുകയാണ് ഇവിടെ. ഗീതോപദേശം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അർജുനൻ ഇപ്പോൾ അതീന്ദ്രിയാനുഭൂതിയുടെ ഏതാണ്ട് പക്കത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാം വിസ്മരിച്ച് ഇരിക്കുകയാണ്. എന്താണ് ഈ കേൾക്കുന്നത്, എന്താണ് ഈ ഭഗവാൻ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഭഗവാനെ തന്നെ തന്നെത്താനെ അറിയുന്നു, എനിക്കത് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയാണ് അർജുനന്റെ വിഷമം. സ്വയം വികാസത്തിന് ആവശ്യമായ മാനസിക ഔന്നത്യമാണ് ഇതില്ലാതെ അടുത്ത അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്ന നമ്മുടെ വിശ്വരൂപ ദർശനം. ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് എന്ന്, ആ ഒരു ശക്തി കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ എന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോഴാണ് അർജുനൻ ശരിക്കും മനസ്സിലാകുന്നത്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിലാണ്, അല്ലെ? ഭഗവാൻ കൃഷ്ണൻ അറിയാം ഈ യുദ്ധം എന്തായാലും പാണ്ഡവർ തന്നെ ജയിക്കും, അല്ലെ? പാണ്ഡവർ ജയിക്കും, കൃഷ്ണനാണ് സാരഥി എന്നെല്ലാം അറിയാം. അതൊന്നും അർജുനനോട് നേരത്തെ പറഞ്ഞു കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അർജുനനെ അതിനുവേണ്ടി പാകപ്പെടുത്തി പരുവപ്പെടുത്തി എടുത്ത് തന്നെ നമ്മളൊക്കെ അതുപോലെയാണ്. നമ്മളുടെ തലയിൽ വരച്ചിരിക്കുന്നത് അതുപോലെയാണ്. എന്താണെന്ന് ഭഗവാൻ അറിയാം, പക്ഷെ നമ്മൾക്കറിയില്ല, അല്ലെ? നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുന്നു, വിഗ്രഹാരാധന എന്നൊക്കെ പറയുന്നു. അതൊക്കെ എന്താണ് ശരിക്കും? നമ്മളതിന്റെ ഒരു ബാലപാഠമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്കൊരു എന്താ കിട്ടുക? നമുക്ക് വളരെ ഒരു ഏകാഗ്രത കിട്ടും, അല്ലെ? ഒരു സന്തോഷം, ഒരു സമാധാനം. കുറേ നേരം നമ്മൾ ആ ഭഗവാനെ നോക്കി, ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് നോക്കി കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും എന്താകും? ഒന്നായി മാറും, അല്ലെ? അത് നമ്മളുടെ ഒരു ബാലപാഠമാണ്, ഭഗവാനിലോട്ട് അടുക്കാനുള്ള ഒരു ബാലപാഠമാണ്. അതൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് ഈ വിഗ്രഹാരാധന, നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, അത് ഭഗവാനാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയണം കേട്ടോ. നമുക്ക് നേരെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഇവിടെ പറയുന്നത് ചരാചരങ്ങൾക്ക് ആദികാരണവും അതീശവും, അതാണ് സ്വയമേവാത്മാനാത്മനം ദേവദേവനും ജഗത്പതിയുമായ ഹേ പരമപുരുഷ. പരമപുരുഷ എന്ന് വെച്ചാൽ പുരുഷോത്തമ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ വെച്ച് ഉത്തമൻ. പുരുഷന്മാരിൽ നിന്നല്ല, എല്ലാ ജനങ്ങളിലും വെച്ച്, ദേവകളിലും വെച്ച് ഭഗവാൻ ഉത്തമോത്തമനാണ്, അല്ലെ? പുരുഷനും പ്രകൃതിയും ചേർന്നതാണ് നമ്മുടെ ഈ പ്രപഞ്ചം. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ദേവന്മാർക്കോ ദാനവന്മാർക്കോ അറിയാൻ കഴിയാത്ത പരമതത്വത്തെ വിവരിക്കാൻ ശ്രീകൃഷ്ണന് സാധിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് ഈ 15ാമത്തെ ശ്ലോകം സൂചിപ്പിക്കുന്നത്. ആത്മാവിനെ ദൃശ്യമെന്ന നിലയിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റില്ല. ദ്രഷ്ടാവ് എന്ന നിലയിൽ നല്ലതോ ചീത്തയോ ആയ ചിന്തകളെ കൊണ്ട് ഗ്രഹിക്കാനും ആവില്ല. എന്നാൽ ബോധസ്വരൂപമായിരിക്കൊണ്ട് അത് സ്വയം അറിയുന്നു. അറിവിനെ അറിയുവാൻ മറ്റൊരറിവ് വേണ്ട. അതുകൊണ്ട് അർജുനൻ പറയുന്നു, അങ്ങേ തന്നെത്താൻ അറിയുന്നു. സ്വയമേ വാത്മാനാത്മാനം വേദ ത്വം പുരുഷോത്തമ. നമുക്ക് ആ ഒരു അറിവ് നമ്മളെ പലർക്കും ഉണ്ടാകണം. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ക്ലാസ്സിൽ ഏറ്റവും ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടി ഏറ്റവും ടോപ്പ് ജോലിയിലാകണമെന്നൊന്നുമില്ല, ഉണ്ടോ? ചിലപ്പോൾ ബാക്ക് ബഞ്ചേഴ്സ് ആയിരിക്കും, ജസ്റ്റ് പാസ് മാർക്ക് ഉള്ളവരായിരിക്കും വളരെ 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 ഉന്നത സ്ഥിതിയിൽ നല്ല സാലറിയോടുകൂടി വന്ന് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർക്ക് ഈ പുസ്തക പഠനം മാത്രമല്ല, അവർക്ക് ഒരുപാട് തന്നെത്താനുള്ള അറിവുകൾ. ഇപ്പൊ നിങ്ങളെ പോലെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ഈ ഭഗവത്ഗീതയൊക്കെ വായിക്കുമ്പോൾ നിങ്ങളൊക്കെ ഏറ്റവും വലിയ നിലയിൽ എത്തും, തീർച്ചയായിട്ടും എത്തും. നമ്മൾ ആരാണ്, നമ്മൾ എന്തിനാണ്, നമ്മൾ എന്താണ് സനാതന ധർമ്മം, ഭഗവാൻ എന്താണ് നമ്മളെ കൊണ്ട് ഈ ഭൂമിയിൽ ഉദ്ദേശിക്കുന്നതൊക്കെ മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അക്കാഡമിക് മാർക്സ് ഒന്നും അല്ല ഒരു പ്രശ്നം. നമ്മളായിട്ട് ഇരിക്കുക, എല്ലാ നന്മകളും ഉൾക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാനെ തന്നെത്താൻ അറിയുന്നു. എനിക്ക് എന്തുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല എന്നാണ് അർജുനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ അർജുനന്മാരാണ്, അല്ലെ? അതാണ് പറയുന്നത്. സാഖ്യദർശന പ്രകാരം ഓരോ വ്യക്തിയിലുമുള്ള ജീവചൈതന്യത്തെ പുരുഷൻ എന്ന് പറയുന്നു. പുരുഷ സാന്നിധ്യത്തിൽ പ്രകൃതി, അതായത് ജഡോപാധികൾ, പുരുഷൻ ഇല്ലെങ്കിൽ പ്രകൃതിയില്ല, പ്രകൃതി ഇല്ലെങ്കിൽ പുരുഷനും ഇല്ല. പുരുഷനും പ്രകൃതിയും ചേരുന്നതാണ്
ഈ പ്രപഞ്ചം മൊത്തം ശിവനും ശക്തിയും പോലെ പുരുഷനും പ്രകൃതിയും. ഈ നേച്ചർ എന്നുള്ളത് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? പുരുഷന്റെ കരസ്പർശം ഏറ്റാൽ മാത്രമേ പ്രകൃതി ഉണരുകയുള്ളൂ, അല്ലെ? പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും എല്ലാം തളർത്ത് ഉണരണമെങ്കിൽ എന്ത് വേണം? അവിടെ പുരുഷൻ, അതായത് ഭഗവാൻ, പുരുഷോത്തമനാണ് ഭഗവാൻ എന്ന് പറഞ്ഞല്ലേ, ഭഗവാന്റെ കരസ്പർശം അല്ലെങ്കിൽ മനസ്പർശം ഉണ്ടാകണം. പുരുഷ സാന്നിധ്യത്തിൽ പ്രകൃതി സജീവമാണ്. എല്ലാ ജീവാത്മാക്കളുടെ ആത്മാവായ ഏകനായ പരമാത്മാവ് എന്ന അർത്ഥത്തിൽ ശ്രീകൃഷ്ണനെ ഇവിടെ പുരുഷോത്തമൻ എന്ന് പറഞ്ഞിരിക്കുന്നു. മനുഷ്യരിൽ വെച്ച് ഉത്തമൻ എന്ന അർത്ഥത്തിലും പരമാത്മാവ് എന്ന അർത്ഥത്തിലും ഗീതയിൽ പുരുഷോത്തമ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഭഗവാനെ അർജുനൻ വിളിക്കുന്ന ഭൂദേശ, ഭൂതഭൂത, ദേവദേവ, ജഗത്പദേ എന്നിങ്ങനെ ഓരോരോ പേരില് ഭഗവാനെ വിളിച്ച് അപേക്ഷിക്കുകയാണ് അർജുനൻ. എനിക്കും അതുപോലെ അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴി പറഞ്ഞു തരൂ ഭഗവാനെ. ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹത്വം അർജുനന് ബോധ്യപ്പെട്ടു വരുന്നതേ ഉള്ളൂ. ഏതൊരു വസ്തുവിന്റെയും ഗുണങ്ങളെ നിർണയിക്കുന്നതും നിലനിർത്തുന്നതും അതിന്റെ സത്തയാണ്, അല്ലെ? അതിന്റെ സത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ആഭരണം, എന്തെങ്കിലും ഒരു മോതിരം, ഒരു മാല, വള ഒക്കെ സ്വർണത്തിൽ ഉണ്ടാകുന്നു, അല്ലെ? അതിന്റെ സത്ത എന്ന് പറയുന്നത് എന്താണ്? ഗോൾഡാണ്. സ്വർണം എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു ബിസ്ക്കറ്റ് പോലെ സ്വർണ്ണമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, അല്ലേ? അതില് കഴിവുള്ള ആൾക്കാർ കൊത്തുപണിയൊക്കെ ചെയ്ത് നല്ല ഓർണമെന്റ്സ് ആയിട്ട് മാറ്റുമ്പോഴാണ് അതിന്റെ ഒരു ഭാവം കൈവരുന്നത്. അങ്ങനെ നമ്മൾ കാച്ചി കുറുക്കി എടുക്കുക എന്ന് പറയത്തില്ല. അങ്ങനെ അർജുനനെ പാകപ്പെടുത്തി യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി ഭഗവാൻ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവരികയാണ്. ഇതിലേറെയാണ് നമ്മൾ ബോധത്തിന്റെ നിയമാക്കം. എന്തെന്നാൽ ബോധമില്ലെങ്കിൽ നമുക്കൊന്നും അറിയാനോ ചെയ്യാനോ കഴിയില്ല. ഒരു വസ്തുവെയോ സംഭവത്തെയോ നാം അറിയുന്നത് മനോബുദ്ധി തലങ്ങളിൽ അതുണ്ടാക്കുന്ന വൃത്തികളെ ശുദ്ധബോധം പ്രകാശിക്കുമ്പോൾ മാത്രമാണ്. ആ ശുദ്ധബോധത്തെ പ്രകാശിപ്പിക്കാൻ നാം പാകപ്പെടണം. ഈ ഭഗവത്ഗീതയൊക്കെ പഠിച്ചിട്ട്, ഭഗവാന്റെ ഉപദേശം കേട്ടിട്ട്. ഈ ഉപക്രമ വാക്കുകൾ കൊണ്ട് അദ്ഭുതവും ഭക്തിയും ആദരവും വെളിപ്പെടുത്തിയിട്ട് തന്റെ ബുദ്ധിപരമായ ആവശ്യം അർജുനൻ ചോദിക്കുകയാണ് 16ാമത്തെ ശ്ലോകം. അതാണ് വക്തുമർഹസ്യ ശേഷേണ ദിവ്യ. ഇപ്പൊ നിങ്ങൾ വായിച്ച് പഠിച്ചു. അതിന്റെ അർത്ഥം എന്തെന്നാൽ, എന്തെല്ലാം വിഭൂതികളെ കൊണ്ടാണ് ഈ ലോകമൊക്കെ നിറഞ്ഞിരിക്കുന്നത്? അങ്ങ് സ്ഥിതി ചെയ്യുന്നു, അങ്ങ് ഇവിടെ ഉണ്ടോ ഇല്ലയോ, എവിടെയാണ്, എക്സിസ്റ്റിംഗ് ആണോ? ഇതൊക്കെ അർജുന സംശയങ്ങളാണ്. ഒരുപാട് പാണ്ഡക്കെട്ടുകളാണ് സംശയത്തിന്റെ. ദിവ്യങ്ങളായ ആത്മവിഭൂതികളെ മുഴുവനും പറഞ്ഞു തരാൻ അങ്ങക്കേ കഴിയുള്ളൂ. ദയവായിട്ട് അവിടുന്ന് എനിക്കിതെല്ലാം പറഞ്ഞു തരൂ എന്ന് അർജുനൻ എന്ത് ചെയ്യുന്നു? ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. ഏതെങ്കിലും ആഘോഷവേളയിൽ ഒരു കെട്ടിടത്തിൽ ദീപാലങ്കാരം നടത്തുമ്പോൾ പല നിറത്തിലും തരത്തിലുമുള്ള അസംഖ്യം ബൾബുകൾ പ്രകാശം ചൊരിയുന്നതായിട്ട് നമുക്ക് കാണാം. അതെല്ലാം അപ്രകാരം ഇരിക്കുന്ന വൈദ്യുതി നിമിത്തമാണെന്നും, കേൾക്കുമ്പോൾ അറിവില്ലാത്ത ഒരാൾ അവയിൽ ഓരോന്നിലും വൈദ്യുതി എവിടെയാണെന്ന് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. വിരാട് രൂപിയായ ഈശ്വരൻ സമഷ്ടിയായും വൃഷ്ടിയായും, വൃഷ്ടി എന്ന് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ, സമഷ്ടിയാണ് പറഞ്ഞത്. സമഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം വിഷ്ണു പ്രതി എല്ലാം ഉൾക്കൊള്ളുന്ന നമ്മളുടെ പ്രകൃതിയാണ് സമഷ്ടി എന്ന് പറയുന്നത്. വൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗമാണ്, യോഗ. ഈ ഈശ്വരൻ സമഷ്ടിയായും വൃഷ്ടിയായും സംസാരത്തിലെ എല്ലാ നാമരൂപങ്ങളിലും സ്ഥിതി ചെയ്യുന്നു. വിശ്വാസമുള്ള ഒരു ഹൃദയത്തിന് ഇത് അനുഭവമാണ്, അല്ലാതെ ബുദ്ധിക്ക് ഗ്രഹിക്കാനാവില്ല. അതത്ര നിശ്ചിതമായാലും അതിനാൽ എന്തെല്ലാം വിഭൂതികളെ കൊണ്ട് ഈ ലോകമൊക്കെ നിറഞ്ഞ് അങ്ങ് സ്ഥിതി ചെയ്യുന്നു, അവയെ മുഴുവൻ എനിക്ക് പറഞ്ഞു തരൂ എന്ന് അർജുനൻ അപേക്ഷിക്കുന്നു. പ്രവർത്തന നിരതനും പ്രായോഗികമതിയുമായ അയാൾക്ക് തന്റെ ബുദ്ധിക്ക് അപഗ്രഥിച്ച് ഗ്രഹിക്കുവാൻ വേണ്ടത്ര സ്ഥിതി വിവരങ്ങൾ വേണം. ബുദ്ധിപരമായ വെറും ഒരു ജിജ്ഞാസയല്ല. നമ്മളിങ്ങനെ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടിരിക്കുകയല്ല. അർജുനന് ആ ഭഗവാന്റെ തലത്തിലേക്ക് എത്തണം എന്നുള്ള അതിയായ ആഗ്രഹമാണ് ഇപ്പോൾ. ഭഗവാൻ പറയുന്നതൊക്കെ കുറെയൊക്കെ മനസ്സിലായി, പക്ഷേ ഇത് എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിച്ചേരുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഒരു വല്ലാത്തൊരു ഡിലേമയിലാണ് അർജുനൻ, നമ്മൾ ഓരോരുത്തരെയും പോലെ. അപ്പൊ നമ്മൾ പക്ഷേ ഈ ഭഗവത്ഗീത മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ, ഗീതോപദേശം മുഴുവൻ കേട്ട് കഴിയുമ്പോൾ അതെല്ലാം മാറി നമ്മൾ ഓരോരുത്തരും കൃഷ്ണന്റെ ഭഗവാനിലേക്ക് ലയിക്കും. നമ്മളൊരു അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു വിഗ്രഹത്തിലേക്ക് നമ്മൾ കണ്ണടച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ലയിച്ചു പോവില്ലേ? അതേപോലെ നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് നമ്മളെ ലയിച്ച് നമ്മളുടെ ശുദ്ധബോധം ഉണർന്ന് നല്ല അറിവുള്ള ആളുകളായിട്ട് ഇരുന്നാൽ മാത്രമേ
യുദ്ധം ചെയ്യേണ്ടവരുടെ യുദ്ധം ചെയ്യാനും വേണ്ടാത്തവരോട് വേണ്ടാതെ ഇരിക്കാനും നല്ല മനസ്സുകൊണ്ട് നന്മകൾ ചെയ്യാനും നമുക്ക് ലോകത്തിനോടുള്ള കരുതൽ, ലോകത്തിനോട് അച്ഛനോടും അമ്മയോടും ഒക്കെ ഉള്ള കരുതല്, കഴിവ്, വിവേകം എല്ലാം ഉണ്ടായി ആത്മാവായിട്ട് നമ്മൾ ഇരിക്കുകയുള്ളൂ. പോകെ പോകെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ആ ലെവലിലേക്ക് എത്തും. ഹരിയും ഹരിയും മക്ക. നമ്മള് 15ഉം 16ഉം ശ്ലോകമാണ് ഇപ്പോൾ ചാൻറ്റിങ്ങും എക്സ്പ്ലനേഷൻ കേട്ടത്. അടുത്തത് 17ഉം 18ഉം ചാൻറ്റിങ് റിപ്പീറ്റേഷനായിട്ട് ദേവമിത്രു അണ്ണൻ വരുന്നു. തുടർന്ന് എക്സ്പ്ലനേഷനായിട്ട് പ്രേമലതാക്ക. ഹരിയും. ഹരി ഓം ദേവമിത്രു അണ്ണ. ഹരി ഓം. ഹരി ഓം. കഥം വിദ്യാമഹം യോഗിം കഥം വിദ്യാമഹം യോഗിം ത്വാം സദാ പരിചിന്തയൻ സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവന്മയാ ചിന്ത്യോസി ഭഗവന്മയാ കഥം വിദ്യാമഹം യോഗിം ത്വാം സദാ പരിചിന്തയൻ കഥം വിദ്യാമഹം യോഗിം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവന്മയാ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവന്മയാ കഥം വിദ്യാമഹം യോഗിം ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവന്മയാ കഥം വിദ്യാമഹം യോഗിം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവന്മയാ. ശ്ലോകം 18. വിസ്തരേണാത്മനോ യോഗം വിസ്തരേണാത്മനോ യോഗം വിഭൂതി ജനാർദ്ദന വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വ ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം ശൃണ്വതോ നാസ്തി മേ മൃതം വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. നമുക്ക് വ്യാഖ്യാനം ശ്രദ്ധിക്കാം. ഹരി ഓം. നമ്മളിപ്പോൾ 17, 18 അധ്യായത്തിലേക്കാണ് ശ്ലോകത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ 10ാമത്തെ അധ്യായം തുടങ്ങിയപ്പോൾ തന്നെ
ഭഗവാൻ അർജുനനോട് പറഞ്ഞു, നിനക്ക് ഹിതമുള്ളത് അല്ലെങ്കിൽ ശ്രേയസ് ഉള്ളത് പറഞ്ഞു തരാം, കേട്ടോളാൻ പറഞ്ഞു. എന്താ കേൾക്കേണ്ടത്? ഭഗവാനെ കുറിച്ച് അറിയണം. അർജുനന് ഭഗവാനെ കുറിച്ച് അറിയണം. അങ്ങനെ അറിഞ്ഞാൽ എന്താണ് ലാഭം? നമുക്ക് അറിവില്ലായ്മ മാറും, സർവ പാപങ്ങളിൽ നിന്നും മോക്ഷം കിട്ടും. അർജുനന് അറിയാം, ത്രിലോകങ്ങളിൽ വെച്ച് ഏറ്റവും എല്ലാം അറിയുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് അർജുനന് നന്നായിട്ടറിയാം. അതുപോലെ അർജുനന് നല്ലത് മാത്രമാണ് ഭഗവാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് എന്നും അർജുനന് മനസ്സിലായിട്ടുണ്ട്. കൃഷ്ണനാണ് ഏവരുടെയും ഉത്ഭവസ്ഥാനം. ഭഗവാനേക്കാൾ ശ്രേഷ്ഠനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് തുല്യനോ ആയിട്ട് ആരുമില്ല എന്നും അറിയാം. താൻ ദേവന്മാരുടെയും ഋഷികളുടെയും ഉൽപ്പത്തി സ്ഥാനമാണെന്ന് ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ പിന്നെ സൽബുദ്ധി ഉണ്ടാവാൻ അഖില ലോക ഗുരുവായ ശ്രീകൃഷ്ണൻ തന്നെയല്ലേ ബെസ്റ്റ് ഗുരു? ഗുരുവിനെ വിശ്വാസമില്ലാത്ത സംശയാലുക്കൾക്ക് ഒരിക്കലും ശരിയായ അറിവ് ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ വിശ്വസിക്കണം. അപ്പൊ നമ്മൾ TV-യിൽ പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ, അതൊക്കെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭഗവാനെ വിശ്വസിച്ചുകൂടാ? ഭഗവാൻ പറയുന്നത് സത്യമായ വാക്കാണ്, അത് ദൃഢമായി വിശ്വസിക്കണം. സർവവ്യാപിയായ ഭഗവാൻ പരമപുരുഷൻ തന്നെയാണ് എന്ന് അർജുനന് നന്നായിട്ടറിയാം. അങ്ങനെ അറിയെങ്കിൽ പിന്നെ എന്തിനാണ് ഭഗവാനെ കൂടുതലായി അറിയുവാൻ വേണ്ടി അർജുനൻ ശ്രമിക്കുന്നത്? അത് ആർക്കു വേണ്ടിയാണ്? അത് നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഭൗതികവാദികൾക്ക്, അതായത് നിരീശ്വരരും ആസുര സ്വഭാവങ്ങളുമായവർക്ക് കൃഷ്ണനെ കുറിച്ച് അറിയില്ല. അവരുടെ നേട്ടത്തിന് വേണ്ടിയാണ് അർജുനൻ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 17-ാമത്തെ ശ്ലോകത്തില് കേഷു കേഷൂച ഭാവേഷു ചിന്ത്യോസി ഭഗവൻ മയ എന്ന വരിയുടെ വിവർത്തനം. അല്ലയോ യോഗേശ്വര, ഞാൻ ഏതുവിധം എപ്പോഴും ധ്യാനിച്ചാലാണ് അങ്ങയെ അറിയാൻ കഴിയുക? ഭഗവാനെ, ഏതേത് രൂപങ്ങളിലാണ് ഞാൻ അങ്ങയെ ഓർക്കേണ്ടത്? എങ്ങനെ ഉപാസിച്ചാലാണ് അങ്ങയെ എനിക്കറിയാൻ കഴിയുക? പറഞ്ഞു തരൂ ഭഗവാനെ. അതായത് സാധാരണ ജനങ്ങൾക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ എന്തെന്ത് പദ്ധതികൾ സ്വീകരിക്കണമെന്നാണ് ചോദിക്കുന്നത് അർജുനൻ ഭഗവാനോട്. അവരുടെ നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു ഉത്തമ ഭക്തൻ തനിക്ക് കിട്ടിയ അറിവ് കൊണ്ട് ഒരിക്കലും തൃപ്തിപ്പെടില്ല. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ഭഗവാന്റെ ഉത്തമ ഭക്തനാണല്ലോ അർജുനൻ. അപ്പൊ അർജുനന് കിട്ടിയ അറിവ് മറ്റുള്ളവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇനി നമുക്ക് 18-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന. വിസ്തരേണ ഭൂയം കഥയാ. വിസ്തരിച്ച് ഇനിയും പറഞ്ഞാലും. എന്താണ് പറയേണ്ടത്? യോഗം വിഭൂതിം ച, യോഗവും വിഭൂതിയും. അല്ലയോ ജനാർദ്ദന, അങ്ങയുടെ യോഗ ഐശ്വര്യത്തെയും വിഭൂതിയെയും കുറിച്ച് ഇനിയും വിസ്തരിച്ചു പറഞ്ഞു തന്നാലും എന്നാണ് ഈ വരികളുടെ അർത്ഥം. ഭഗവാന് അനന്തമായ നാമങ്ങളുണ്ട്. കേശവൻ, നാരായണൻ, മാധവൻ, ഇങ്ങനെ ഒരുപാട് നാമങ്ങളുണ്ട്. അതില് നമ്മുടെ വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ 1000 നാമങ്ങളുണ്ട്. ഇതിൽ തന്നെ 12 നാമങ്ങള് വളരെ വിശേഷപ്പെട്ടതാ. മംഗളങ്ങളും ലഭിക്കുവാനും മനഃശാന്തിക്കും ഈ 12 നാമങ്ങള് നിത്യവും ചൊല്ലുന്നത് വളരെ നല്ലതാ. ഇവിടെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും സന്ധ്യക്ക് നാമം ജപിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ എല്ലാവരും നാമം ജപിക്കണം കേട്ടോ. ദൈവം എപ്പോഴും ഭക്തരുടെ കൂടെയുണ്ട്. ഈ കലിയുഗത്തില് നാമ സങ്കീർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവാനുഗ്രഹം, മാത്രമല്ല നാമ സങ്കീർത്തനത്തിലൂടെയാണ് നമുക്ക് ദൈവാനുഗ്രഹം കിട്ടുക. അതുകൊണ്ട് എല്ലാവരും സന്ധ്യക്ക് നാമം ജപിക്കണം. നിങ്ങൾ സന്ധ്യാസമയത്ത് ട്യൂഷന് പോവുകയോ അല്ലെ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോവുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് നാമം ജപിച്ചിരിക്കണം. അതൊരു ശീലമാക്കണം. ഇവിടെ ഈ
18ാമത്തെ ശ്ലോകത്തില് ഭഗവാനെ ജനാർദ്ദന എന്നാണ് വിളിക്കുന്നത്. കൃഷ്ണൻ സർവവ്യാപിയാണ്, എല്ലാ ജനങ്ങളാലും പ്രാർത്ഥിക്കപ്പെടുന്നു, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ ആയതുകൊണ്ടാണ് ജനാർദ്ദന എന്ന് ഇവിടെ സംബോധന ചെയ്തത്. ഭഗവാനെ കുറിച്ച് പലരും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അർജുനൻ അങ്ങ് പറയാണ്, അങ്ങ് തന്നെ അങ്ങയെ കുറിച്ച് ഇപ്പൊ പറയുന്നു. ഇനി എല്ലായിടത്തും എല്ലായ്പ്പോഴും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ വിഭൂതിയെ കുറിച്ച് ഒന്ന് വിസ്തരിച്ചു പറഞ്ഞു തരിക ഭഗവാനെ എന്നും അർജുനൻ ഈ ശ്ലോകത്തിൽ ചോദിക്കുക. ഭഗവാനെ കുറിച്ച് നമുക്ക് എത്ര കേട്ടാലും മതി വരില്ല അല്ലേ, വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നും. അപ്പൊ ഈ വിഭൂതികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ജ്യോതിയൊക്കെയും EV നാരായണനൊക്കെ വിഭൂതികൾ എന്താണ് വിഭൂതി എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. ഒരു വൃക്ഷം, അത് ഏത് വൃക്ഷമാണെന്ന് നമുക്ക് എങ്ങനെയാ തിരിച്ചറിയാം? ആ വൃക്ഷത്തിന്റെ തടി, ഇല, പൂവ്, കായ ഇവയൊക്കെ നോക്കിയല്ലേ അത് ഏത് വൃക്ഷമാണെന്ന് തിരിച്ചറിയാം. അപ്പൊ വൃക്ഷത്തിന്റെ വിഭൂതികളാണ് അവയൊക്കെ. അതുപോലെ ഈശ്വരൻ അഗോചരമാണെങ്കിലും ഈശ്വരന്റെ അനന്തമായ ഗുണങ്ങളെ അല്ലെങ്കിൽ കഴിവുകളെ നമുക്ക് വേറെ പറയാ വിഭൂതികളെ. ഏതൊക്കെ വിഭൂതികളെ? യശസ്, ഭാഗ്യം, ഓർമ്മശക്തി, ബുദ്ധി, ഇങ്ങനെ തുടങ്ങിയ അനേകം കീർത്തിയാദികളായ വിഭൂതികളുണ്ട്. അത് ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യുന്നു? അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈശ്വരന്റെ മഹത്വം നാം മനസ്സിലാക്കുന്നു. ഈശ്വര ചൈതന്യത്തിലൂടെ നമുക്ക് ദൈവത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നു. അങ്ങനെ ആത്മാർത്ഥമായ സമർപ്പണ ഭക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ദുഃഖമെല്ലാം അകലും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ നന്നായി മുറുകെ പിടിച്ചോളൂ കേട്ടോ. ഇങ്ങനെയുള്ള കൃഷ്ണന്റെ ദിവ്യ ലീലകൾ എത്ര കേട്ടാലും ആർക്കും മതി വരില്ല അല്ലെ. നിങ്ങൾ പല പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, കഥ വായിക്കും, നോവൽ വായിക്കും, യാത്രാവിവരണങ്ങൾ വായിക്കും, ഇങ്ങനെ പലതും വായിക്കും. അപ്പൊ നമ്മൾ അത് ആവർത്തിച്ച് വായിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഒരു മടുപ്പ് തോന്നും അല്ലെ. എന്നാൽ കൃഷ്ണന്റെ കഥകള് വായിക്കുന്നതും കേൾക്കുന്നതും നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നുകയേയില്ല. കൃഷ്ണനെ കുറിച്ചുള്ള വിവരണങ്ങൾ അമൃതോപമം തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. അർജുനൻ അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങയുടെ അമൃതവാണികൾ കേട്ടിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല എന്ന്. പലതവണ വായിച്ചാലും അവയ്ക്ക് പുതുമ നഷ്ടപ്പെടില്ല അല്ലേ. അർജുനന് ഭഗവാനിൽ തോന്നിയിരിക്കുന്ന പ്രേമഭാവത്തിന്റെ തീവ്രതയെ കാണിക്കുന്നതാണ് ഈ 18ാമത്തെ ശ്ലോകം. 12 മുതൽ 18 വരെയുള്ള ശ്ലോകത്തില് അർജുനന്റെ ഭഗവത് സ്തുതിയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് വിഭൂതികളെ കുറിച്ച് മനസ്സിലാക്കാം 19ാമത്തെ ശ്ലോകം തൊട്ടിട്ട്. ഇപ്പൊ 18ാമത്തെ ശ്ലോകത്തോടുകൂടി അർജുനന്റെ ഭഗവത് സ്തുതി അവസാനിച്ചു. ഹരി ഓം, ഹരേ കൃഷ്ണ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരി ഓം അക്ക. അടുത്തത് ഇനി 19-20 ശ്ലോകത്തിനായി ലക്ഷ്മിയൊക്കെ റിപ്പീറ്റേഷനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. അതേപോലെ എക്സ്പ്ലനേഷന് വേണ്ടി ഗംഗയൊക്കെ ക്ഷണിക്കും. ഹരി ഓം. ഹരി ഓം ലക്ഷ്മി അക്ക. ശ്രീ ഭഗവാനുവാച ഹന്തേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയഃ പ്രാധാന്യതഃ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ഹന്തേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയഃ. പ്രാധാന്യതഃ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ.
नास्त्यन्तो विस्तरस्य मे हन्तते कथयिष्यामि दिव्या ह्यात्मविभूतयः प्राधान्यतः कुरु श्रेष्ठ नास्त्यन्तो विस्तरस्य मे हन्तते कथयिष्यामि दिव्या ह्यात्मा विभूतयः प्राधान्यत कुरु श्रेष्ठा नास्त्यन्तो विस्तरस्य मे ശ്ലോകം 20 അഹമാത്മാ ഗുഡാകേശ अहमात्मा गुडाकेश സർവഭൂതാശയസ്ഥിതഃ सर्वभूताशयस्थितः അഹമാദിശ്ച മദ്യം ച अहमादिश्च मध्यं च ഭൂതാനാമന്ത ഏവ ച भूतानामन्त एव च അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ अहमात्मा गुडाकेश सर्वभूताशयस्थितः അഹമാദിശ്ച മദ്യം ച ഭൂതാനാം അന്ത ഏവ ച अहमादिश्च मध्यं च भूतानामन्त एव च അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ അഹമാദിശ്ച മദ്യം ച ഭൂതാനാമന്ത ഏവ ച अहमात्मा गुडाकेश सर्वभूताशयस्थितः अहमादिश्च मध्यं च भूतानामन्त एव च അടുത്തതായി നമുക്ക് വ്യാഖ്യാനം ശ്രദ്ധിക്കാം. ഹരിയോ നമ്മള് ഭഗവാന്റെ അടുത്ത് അർജുനൻ ഇപ്പൊ എന്താ ചോദിച്ചത്? ഭഗവാന്റെ വിഭൂതികൾ കേൾക്കണം എന്നാണ് പറഞ്ഞത് അല്ലെ? ഭഗവാന്റെ മഹത്വങ്ങള്, ഭഗവാന്റെ വിഭൂതികള് പറഞ്ഞാൽ ഭഗവാന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്? അത് വിസ്തരേണാത്മനോ എന്നാണ് പറഞ്ഞത്. നല്ലോണം പറഞ്ഞു തരൂ ഭഗവാനെ എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ശ്ലോകത്തില്. അപ്പോ ഭഗവാൻ ഉത്തരം പറയാണ്, ഹന്തതേ കഥയിഷ്യാമി, ഞാൻ നിനക്ക് വിവരിച്ചു തരാം. എന്ത്? ആത്മവിഭൂതയ, എന്റെ വിഭൂതികൾ, മഹത്വങ്ങൾ ഞാൻ നിനക്ക് വിവരിച്ചു തരാം എന്നാണ് 19ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭഗവാന്റെ മഹിമകള്, ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ സമ്പത്ത്, അതിനൊന്നും ഒരു പരിധിയില്ല അല്ലേ കുട്ടികളെ? ഞാൻ നിങ്ങളോടാണ് കേട്ടോ പറയണത്. അപ്പം ഭഗവാനെ വേദങ്ങൾ പറയണത് അനന്ത് എന്ന് പറഞ്ഞാൽ അനന്തം, പരിധി ഇല്ലാത്തതാണ് ഭഗവാൻ. അപ്പൊ അത്രയും എന്താ പറയാ മഹത്വമാണ് ഭഗവാനുള്ളത്. അത്ര ഉപനിഷത്തുക്കളായാലും രാമായണായാലും ഒക്കെ പറയുന്നുണ്ട് ഭഗവാൻ ഒരു പരിധിയില്ല. അപ്പൊ പരിധിയില്ലാത്ത അവതാരങ്ങളില് ഒട്ടും നമുക്ക് ആദ്യം അന്ത അവസാനം ഒന്നും കാണാൻ പറ്റാത്ത ആ അവതാരങ്ങളില് ഭഗവാൻ ചെയ്യണ നിരവധി മഹത്വങ്ങള്, അതും പരിധിയില്ലാത്തതാണ്. ഭഗവാൻ എന്തൊക്കെയാ എപ്പോഴൊക്കെയാ എങ്ങനെയൊക്കെയാ ചെയ്യാന്ന് നമുക്കറിയില്ല അല്ലെ? അപ്പൊ അത്രയധികം മഹത്വമുള്ള ആളാണ് ഭഗവാൻ. അപ്പൊ ആ ഒരു വിഭൂതിയുടെ ചെറിയൊരംശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ ആദ്യത്തെ 19ാമത്തെ ശ്ലോകത്തിൽ പറയണത്. പ്രാധാന്യത കുരുശ്രേഷ്ഠ നാസ്തന്ത വിസ്തരസ്യമേ, ഞാൻ ആ വളരെ വലുപ്പമുള്ള ആ ഒരു മഹത്വങ്ങളുടെ ഒരു ചെറിയ ഭാഗം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്നിട്ട് ഭഗവാൻ വളരെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. എന്ത്? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. അപ്പോ
എന്താ പറയണത്? അർജുനനെ ഗുഡാകേശ എന്നാ വിളിക്കണത്. ഗുഡാകേശ എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡാകേശൻ എന്ന് പറഞ്ഞാൽ ഉറക്കത്തെ കീഴടക്കിയവൻ എന്നാണ് അർത്ഥം. അപ്പൊ എന്താ അർജുനൻ ഉറങ്ങിയിരിക്കണ ഉറക്കമില്ലാത്ത ആളാണോ? ഉറക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഉറക്കല്ല, അജ്ഞാനം, അതായത് അറിവില്ലായ്മയുടെ ഉറക്കത്തിന്ന് അർജുനൻ ഉണർന്നിട്ടുള്ള ആളാണ്. അപ്പൊ ജീവിതത്തിന്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അർജുനന് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ ഉള്ളിലുള്ള ഭഗവാനുള്ള സത്യം ഉള്ളിലുണ്ട് എന്ന് അർജുനന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഗുഡാകേശ എന്ന് വിളിക്കുന്നത് ഭഗവാൻ. അല്ലയോ അർജുന, സർവഭൂതങ്ങളുടെയും ഉള്ളിൽ വിളങ്ങുന്ന ആത്മാവ് ഞാനാണ്. അതല്ലേ നമ്മള് എന്താ പറയാ, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം നമ്മളെ എന്താ പറയാ, നമ്മള് ശിവം ആണ് എന്നാ പറയാ. അതായത് നമ്മുടെ ഉള്ളില് ഭഗവാൻ ഉണ്ട്. നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ നമസ്കാരം എന്ന് പറയില്ലേ? നമ്മൾ എന്തിനാ നമസ്കാരം പറയണത്? ആ ഉള്ളിലുള്ള ആ ആത്മാവിനോട്, ആ ഒരു എന്താ പറയാ, ആ ഒരു മഹത്വത്തിനെ നമ്മൾ നമസ്കരിക്കുകയാണ്, നമസ്കാരം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ എന്താ പറയണത് ഭഗവാൻ എന്ന് പറഞ്ഞാല്, അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച, എല്ലാത്തിലും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നതായിരുന്നു. അപ്പൊ നമ്മള് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോ നമ്മള് ശിവാണ്. അപ്പൊ നമ്മള് മരിച്ചു കഴിഞ്ഞാൽ ബോഡീനെ ആരെങ്കിലും ബോഡി എന്നൊക്കെയാ പറയാ അല്ലെ, ശവം എന്നാ പറയാ. അതെന്താ കാര്യം? ഉള്ളിലത്തെ ശിവം പോയി കഴിഞ്ഞു, അപ്പൊ നമ്മള് ശവായി. അപ്പൊ ഒരു ദേഹം മാത്രമായി. അപ്പൊ അതുകൊണ്ടാണ് അത് ശവം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ എന്താ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കണത്, അർജുനന് പറഞ്ഞു കൊടുക്കണത് വെച്ചാല്, എല്ലാത്തിലും ഞാൻ അടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ആത്മാവിനെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഒരു അനാത്മഭാവം വേണത്രേ. അതായത് ഞാൻ ദേഹമാണ്, മനസ്സാണ് എന്നൊക്കെ ഉള്ള വിചാരം നമ്മൾ കളയണം. അപ്പൊ മനസ്സുണ്ടാവുമ്പോ എന്താ ദോഷം വെച്ചാല്, മനസ്സുണ്ടാവുമ്പോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം എന്താ ഉണ്ടാവുക? എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ ഫ്രണ്ട്, അങ്ങനെയുള്ള അപ്പൊ ഒരു അഹങ്കാരം വരും. അപ്പൊ ഇതൊന്നും ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു അനാത്മഭാവം വേണം എന്നാണ് പറയുന്നത്. അതായത് സച്ചിദാനന്ദ രൂപമാണ് എല്ലാം കാണുന്നത്. മുമ്പിൽ കാണുന്നവരെല്ലാവരും ഭഗവത് സ്വരൂപങ്ങളാണ് എന്ന് തോന്നണം. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനുണ്ട്. നമ്മളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും പറയില്ലേ, എന്റെ ഹൃദയത്തിലാണ് ഉള്ളത് സ്നേഹം, ഹൃദയത്തില്. ആ സ്നേഹം ആരാണ്? സ്നേഹ ഈശ്വരനാണ്. അപ്പം ഹൃദയം എന്ന് പറയുന്നത് ഒരു ദൈവിക തത്വമാണ്. അതാണ് എന്ത് കാര്യം പറയുമ്പോൾ ഞാൻ ഹൃദയത്തിൽ തട്ടിയിട്ടാട്ടോ പറയണ എന്ന് പറയില്ലേ. അപ്പൊ അതായത് സച്ചിദാനന്ദം, ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു ദൈവികമായ ഒരു അവയവം നമ്മളുടെ ഉള്ളിലുള്ളതാണ് ഹൃദയം. അപ്പൊ ശരീരത്തിന്റെ കൂടെ വരികയും പോവുകയും ചെയ്യുന്ന ഒന്നല്ലാത്ര ഹൃദയം. ഹൃദയം എന്ന് പറഞ്ഞാൽ അനശ്വരമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഒരു ചെറിയ കഥ നിങ്ങൾക്ക് കുറച്ച് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. കുട്ടികളായതുകൊണ്ട് പറയാട്ടോ. ഉദ്ദാലക ആരണി എന്ന് പറഞ്ഞിട്ട് ഒരു സന്യാസി ഉണ്ടായിരുന്നു. അപ്പൊ ഈ സന്യാസിയുടെ മകന്റെ പേരാണ് ശ്വേതകേതു. അപ്പൊ ഈ ശ്വേതകേതുവിനെ അറിയണം എന്താണ് ബ്രഹ്മജ്ഞാനം, എങ്ങനെയാണ് പഠിക്കുക. അപ്പൊ ഒരു വലിയ ആലിന്റെ മരമുണ്ട്. ആ ആലിന്റെ മരത്തില് എന്തു പറഞ്ഞു? ഈ ഉദ്ദാലക മഹർഷി പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ആ ആലിന്റെ ഒരു പഴം പൊട്ടിച്ചു കൊണ്ടുവരൂ പറഞ്ഞു. അങ്ങനെ പൊട്ടിച്ചു കൊണ്ടുവന്നു. അപ്പൊ അതിനെ രണ്ടായിട്ട് പൊട്ടിക്കാൻ പറഞ്ഞു. രണ്ടായിട്ട് പൊട്ടിച്ചു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് വെച്ചു പറഞ്ഞു, ചെറിയ ചെറിയ വിത്തുകൾ ഉണ്ട് പറഞ്ഞു. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാം, വിത്തിനെ പൊട്ടിക്കൂ പറഞ്ഞു. അപ്പൊ വിത്തിനെ പൊട്ടിച്ചു. അപ്പൊ വിത്തിനുള്ളിൽ എന്താ ഉള്ളത് വെച്ചപ്പോ ഒന്നും കാണാനില്ല പറഞ്ഞു. അപ്പൊ ഉദ്ദാലക മഹർഷി ചോദിച്ചു, ഒന്നുമില്ലാത്തതൊന്നും ഇത്രയും വലിയൊരു മരം ഉണ്ടാവൂ? അത് സാധിക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉള്ളതുകൊണ്ടല്ലേ ഇത്രയും. ആ ശക്തി, നാം കാണാത്ത ആ ശക്തിയാണ് എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വിശ്വാസം ഉണ്ടാവണം. ഈ ശക്തിയാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ള വിശ്വാസം ശ്വേതകേതു നിനക്ക് ഉണ്ടാവണം എന്ന് പറയും. അപ്പം ശ്വേതകേതു പറയും, ഇത് വല്ലാത്ത കുഴയ്ക്കുന്ന സംഭവമാണ്, ഇതൊന്നും പറയാൻ പറ്റും, ഇതൊന്നും എനിക്ക് ഇന്നെ വിശ്വസിപ്പിക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ അദ്ദേഹം വീണ്ടും പറയാണ്, ഉദ്ദാലക മഹർഷി വീണ്ടും പറയാണ്, സന്യാസി എന്നാ ഒരു കാര്യം ചെയ്യും, കുറച്ച് ഉപ്പെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് കടക്കണോടത്തിൽ വെച്ചോളൂ, നാളെ രാവിലെ നമുക്ക് നോക്കാം എന്ന് പറയും. അപ്പൊ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ ഉപ്പ് അലിയല്ലോ. അപ്പൊ വെള്ളമില്ല. അപ്പൊ അച്ഛൻ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ശ്വേതകേതു കൊണ്ടുപോയി. അപ്പൊ ഒന്ന് നാവില് വെച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പുണ്ട്.
എന്നാ നടുത്ത ഭാഗം നോക്കൂ, അവിടെ ഉപ്പുണ്ട്. അടിയിൽ നോക്കൂ, അവിടെ ഉപ്പുണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും രുചിച്ച് നോക്കിയപ്പോഴും ഉപ്പ് രസം തന്നെയാണ്. അപ്പൊ ഈ ഉപ്പ് എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളിലും നിറഞ്ഞ്, ഈ ഒരു ശക്തി ഉണ്ടല്ലോ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും സൂക്ഷ്മമായ ശക്തിയാണ് നീയും ആ ശക്തി തന്നെയാണ്. ഒരു വെള്ളിപ്പാത്രം വെള്ളി കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കിയോണ്ട് നമ്മൾ പറയുന്നത് വെള്ളിപ്പാത്രമാണ്. അതെന്താ സാധനം? വെള്ളിയാണ്. അപ്പൊ അതിനെ ഉരുക്കിയാൽ എന്താ കിട്ടുക? വെള്ളിയാണ്. അപ്പൊ അതേമാതിരി എന്താണോ ഒരു എന്തിലാണോ നിറഞ്ഞു നിൽക്കുന്നത് ആ ചൈതന്യമാണ് ഭഗവാൻ. ഭഗവാൻ എല്ലാത്തിലും ഉണ്ട്. ഭഗവാൻ ഉറുമ്പിലുണ്ട്, ഈച്ചയിലുണ്ട്, എന്താ സിംഹത്തിലുണ്ട്, നമ്മളിലുണ്ട്, എല്ലാരിലും ഉണ്ട് ഈശ്വരൻ, എല്ലാ സ്ഥലത്തും. അപ്പൊ ഉദ്ദാലകൻ ഇങ്ങനെ പറഞ്ഞപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പം മകൻ പറഞ്ഞു, ഇത് മനസ്സിലാക്കാൻ കുറെ ബുദ്ധിമുട്ടാണ് കേട്ടോ അച്ഛാ. അപ്പൊ അച്ഛൻ ചോദിക്കുകയാണ്, ഒരാളെ കണ്ണ് കെട്ടിയിട്ട് അയാളുടെ ഗ്രാമത്തിൽ നിന്ന് വേറെ എവിടെയോ കൊണ്ടുപോയിട്ട് അവിടെ അങ്ങനെ ആക്കിയിട്ടു. അപ്പൊ കണ്ണ് നീ സ്വന്തം കണ്ടുപിടിച്ച് വാ നിന്റെ ഗ്രാമത്തിലേക്ക്. അപ്പൊ എന്താ അയാൾ ചെയ്യാ? ആൾക്കാരൊക്കെ പോയി കണ്ട അയാളുടെ കണ്ണിലെ കെട്ടഴിക്കും. എന്നിട്ട് അയാൾ കണ്ടുപിടിച്ച് അയാളുടെ വീട്ടിലെത്താനുള്ള വഴി നോക്കും. അപ്പൊ നമ്മളും അതെ, ആത്മീയമായ ഗൃഹത്തിൽ നിന്ന്, സ്പിരിച്വൽ ഹൗസിൽ നിന്ന് വഴി തെറ്റിപ്പോയവരാണ് നമ്മളൊക്കെ. അപ്പൊ നമുക്ക് ആത്മാവിനെ കണ്ടെത്തണം, അല്ലെ? ആത്മാവിനെ കണ്ടെത്തണം, അതായത് സത്യത്തിനെ കണ്ടെത്തണം. ആ കണ്ടെത്താനുള്ള വഴിയാണ് ശ്വേതകേതു ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കണത്. എന്ത്? അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവജ. എല്ലാത്തിലും ഞാനുണ്ട് എന്ന് നീ മനസ്സിലാക്ക്. ഇനി വേറൊരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരിക്കലും നാരദര് ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ വസ്തു ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ സോറി കേട്ടോ, തിരിച്ചാണ് ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പം ഭൂമിയാണ് എന്ന് നാരദര് പറയും. ഭൂമിയാണ് ഭഗവാൻ ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായത് എന്ന് പറയും. അപ്പൊ ഭഗവാൻ ചോദിക്കും, ഭൂമിയുടെ 2/3 ഭാഗം വെള്ളമാണ്, ബാക്കി ഏത് നിമിഷവും ജലത്തിനടിയിലാവാം, അല്ലെ? നമ്മളുടെയൊക്കെ അവസ്ഥ അറിയില്ലേ? ഏത് നിമിഷം വെള്ളത്തിനടിയിലാവാം. അപ്പൊ നാരദര് ആലോചിച്ചിട്ട് പറയും, ആ ശരിയാണ്, ജലത്തിനാണ് ഏറ്റവും കൂടുതൽ ശക്തി. അപ്പൊ ഭഗവാൻ പറയും, അഗസ്ത്യമുനി ഉണ്ടല്ലോ, ഭൂമിയിലെ വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിച്ചു, എന്നിട്ട് സ്വയം ആകാശത്തിലെ ഒരു നക്ഷത്രമായിട്ട് മാറി. അപ്പൊ ആകാശല്ലേ വലുത് എന്ന് ചോദിക്കും. അപ്പൊ നാരദര് വിചാരിക്കും, ശരിയല്ലേ, ആകാശല്ലേ വലുത്? അല്ല, തന്റെ കാൽ കൊണ്ടല്ലേ വാമനാവതാരത്തില് ഭഗവാൻ ആകാശത്തെ മുഴുവൻ അളന്നത്. ഭഗവാൻ എങ്ങടേക്കാ പോണോ നോക്കൂ, തന്റെ കാലോണ്ടല്ലേ ആകാശത്തെ അളന്നത് എന്ന് പറഞ്ഞപ്പോ ശരിയാണല്ലോ, ഭഗവാൻ ആകാശത്തെ അളന്നത് ഭഗവാന്റെ കാലോണ്ടാണ്. അപ്പൊ ഭഗവാനാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ഭഗവാനാണ് ഏറ്റവും. അപ്പോ ഭഗവാൻ പറയും, ഈ ഭഗവാൻ ഉണ്ടല്ലോ ഭക്തരുടെ ഹൃദയത്തിലാണ് കയറിയിരിക്കുന്നത്. ഭഗവാൻ എവിടെയുള്ളത്? ഓരോ ഭക്തന്റെയും ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഹൃദയവാസിയാണ് ഭഗവാൻ. എന്താ പറയാ, പാഞ്ചാലി ഹൃദയവാസി എന്ന് വിളിച്ചപ്പോഴാണ് ഭഗവാൻ ഓടി വന്ന് വസ്ത്രം കൊടുത്തത്, അല്ലേ? ഹൃദയവാസിയാണ് ഭഗവാൻ. അപ്പോ നാരദന് മനസ്സിലായി, ലോകത്തിൽ ഏറ്റവും മഹത്തായ വസ്തു എന്താണ്? ഭക്തന്മാരുടെ ഹൃദയമാണ്. അപ്പൊ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഉള്ളതാണ് ഭഗവാൻ ഒരു കഥയിൽ കൂടെ നാരദർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോ ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട്. ഭഗവാൻ ആരോടും അനിഷ്ടമില്ല. നീ എന്റെ ശത്രുവാണ്, നീ എന്റെ നമ്മൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവും. കുട്ടികളെ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട അതാണ്, ഭഗവാനെ വിളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങളുടെ പുണ്യാണ്. ഇപ്പൊ ഈ കഥ കേൾക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു സത്സംഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വന്നിരിക്കാൻ പറ്റിയില്ലേ? നിങ്ങൾ ചെയ്ത എത്രയോ പുണ്യങ്ങളുടെ ഫലമായിട്ടാണ് നിങ്ങൾ. അപ്പൊ ഈ ഒരു കാര്യമാണ് ഭഗവാൻ നിങ്ങളോടും പറഞ്ഞു തരണത്. അഹമാദിശ്ച മധ്യം ജ ഭൂതാനാം അന്ത ഏവജ. എല്ലാവരിലും ഞാൻ നിറഞ്ഞിരിക്കണു, ആദി അന്തം മധ്യം എവിടെയില്ല, എല്ലാ സ്ഥലത്തും. ഉപ്പ് എവിടെ തൊട്ട് നക്കുമ്പോഴും ഉപ്പിന്റെ സ്വാദ് വന്നില്ലേ? വെള്ളിപ്പാത്രം എങ്ങനെ നോക്കുമ്പോഴും വെള്ളിപ്പാത്രം മാതിരി തന്നെ ആയില്ലേ?
ആ ഒരു ആൽമരത്തിന്റെ കുരു പൊട്ടിച്ചു നോക്കുമ്പോ ഒന്നും കാണാണ്ടേ ആയില്ലേ, ഒന്നും കാണാത്തതെന്ന് ഒരു വലിയ വൃക്ഷം വരുമോ? അപ്പൊ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ. അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ വിഭൂതി. ആദിത്യാനാമഹം വിഷ്ണുഃ ആദിത്യാനാമഹം വിഷ്ണുഃ ജ്യോതിഷാം രവിരംശുമാൻ ജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി നക്ഷത്രാണാമഹം ശശി ആദിത്യാനാമഹം വിഷ്ണുർജ്യോതിഷാം രവിരംശുമാൻ ആദിത്യാനാമഹം വിഷ്ണുർജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി ആദിത്യാനാമഹം വിഷ്ണുർജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി ആദിത്യാനാമഹം വിഷ്ണുർജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി. ശ്ലോകം. വേദാനാം സാമവേദോസ്മി വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഃ ദേവാനാമസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതനാ ഭൂതാനാമസ്മി ചേതനാ വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഃ വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതനാ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതനാ വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതനാ വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതനാ. അതായി വ്യാഖ്യാനം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഭഗവത്ഗീത അധ്യായ പഠനത്തിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ യോഗബന്ധുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. 20ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 21ാമത്തെ ശ്ലോകമാണ്. ഇത് 20 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ ഒത്തിരി സംശയങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. കുറച്ച് ആദ്യഘട്ടങ്ങളിൽ ഭഗവാന്റെ മുമ്പിൽ വളരെയധികം ആശങ്കയോടും വളരെയധികം ദുഃഖത്തോടും നിന്നിരുന്ന അർജുനൻ പോകെ പോകെ ഭഗവാന്റെ ഹൃദ്യമായ സ്നേഹത്തോടു കൂടിയുള്ള ആ ഉപദേശങ്ങളിൽ ആകൃഷ്ടനായി ഭഗവാനെ അറിയുന്നതിനും അടുക്കുന്നതിനുമുള്ള ശ്രമകരമായ ഒരു യാത്ര നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തില് അർജുനന്റെ ഒരു
ഫീലിംഗ് എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനെ ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം അറിയണം എന്ന് ചോദിച്ചറിയുക എന്നുള്ളതാണ്. അർജുനന് വ്യക്തമായി ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിയാമെങ്കിൽ കൂടി അത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ, അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ പറയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സംതൃപ്തി, ആ ഒരു ഭക്തി, അത് അനുഭവിക്കാൻ വേണ്ടിയാണ് അർജുനൻ വീണ്ടും വീണ്ടും എങ്ങനെയാണ് ഈ ശക്തിയും ഈ ധൈര്യവും ഈ സൗന്ദര്യവും ഈ ധനവും എല്ലാം അങ്ങ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്, അതെങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ന് അർജുനൻ വീണ്ടും വീണ്ടും ഭഗവാനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പൊ കേട്ട് കഴിഞ്ഞത്. ഇപ്പൊ 21ാമത്തെ ശ്ലോകത്തില് ആദിത്യാനാമഹം വിഷ്ണുർ ജ്യോതിഷാം രവിരംശുമാൻ മരീചിറും മരുതാസ്മി നക്ഷത്രാണാം അഹം ശശീം എന്ന് പറയുന്നുണ്ട്. ആദിത്യന്മാരുടെ കൂട്ടത്തിൽ വിഷ്ണു ഉണ്ട്. അതുപോലെ തന്നെ ജ്യോതിസുകളിൽ ദീപ്തിമത്തായ സൂര്യനും, മരുത്തുക്കളിൽ മരീചിയും, നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമുണ്ട്. ഇവയെല്ലാം ഞാനാണെന്ന് കൃഷ്ണൻ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ആദിത്യന്മാരുടെ കൂട്ടത്തിൽ വിഷ്ണു ഉണ്ടാവണമെങ്കിൽ എത്ര ആദിത്യന്മാരുണ്ട്? അവിടെ വീണ്ടും സംശയമാണ്. 12 ആദിത്യന്മാരുള്ളതിൽ മുഖ്യനാണ് കൃഷ്ണൻ. അപ്പൊ മഹാവിഷ്ണു ഉണ്ടെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും അതിൽ മുഖ്യൻ, പ്രധാനി ഞാനാണ്, കൃഷ്ണനാണ്. ഈ 12 ആദിത്യന്മാരില് പ്രമുഖൻ ഞാനാണ്, മുൻപന്തിയിൽ നിൽക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറയുവാണ്. അതുപോലെ തന്നെയാണ് ജ്യോതിർഗണങ്ങളിൽ പ്രാധാന്യം സൂര്യനാണ്. സൂര്യൻ നമുക്കറിയാം, രാവിലെ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നമുക്കൊരു പ്രഭാതം ഉണ്ടാവില്ല, നമ്മൾക്ക് ഇരുട്ട് മാറില്ല. അതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെ നിന്നാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ജ്യോതിർഗണങ്ങളിൽ ഞാനാണ് മുഖ്യൻ, അത് സൂര്യൻ, അതും ഞാൻ തന്നെയാണ്, എൻ്റെ പ്രഭവമാണ് ഈ സൂര്യോദയം എന്ന് പറയുന്നുണ്ട്. ഭഗവാന്റെ പ്രകാശമാനമായ കണ്ണൊന്നാണ് ബ്രഹ്മസംഹിത വർണ്ണിക്കുന്നത്. അതുപോലെ തന്നെ അന്തരീക്ഷചാരികളായി 50 വിധം മരുത്തുക്കളുണ്ട്. വായുവില് 50ഓളം മരുത്തുക്കള് ഉണ്ട്. അതിലും പ്രധാനി ഞാനാണ്. അവിടെയും കൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത് അതിൻ്റെയും പ്രധാനി ഞാൻ തന്നെയാണ്. അവർക്ക് അധിപനായ ഒരു ദേവത മരീചിയാണ്, അതും കൃഷ്ണനെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ അധിപനായ ദേവത മരീചിയെയും പ്രതിനിധീകരിക്കുന്നത് ഞാൻ തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒരു അർജുനനോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. രാത്രികാലങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ആകാശത്ത് ധാരാളം നക്ഷത്രങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചന്ദ്രനും വളരെ വലുതായിട്ട് നമ്മൾ കാണാറുണ്ട്. കൊച്ചുകുട്ടികളായ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കൗതുകകരമായ കാഴ്ചയാണ് രാത്രിയിലെ നക്ഷത്രങ്ങളെ കാണുന്നതും ചന്ദ്രനെ കാണുന്നതും. പോകെ പോകെ നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് പ്രാരാബ്ദങ്ങൾ പഠിക്കാനേറെ ഉള്ളപ്പോൾ മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ട് പോകുമ്പോൾ, വ്യാപൃതരാകുമ്പോൾ കുഞ്ഞുങ്ങളായ നിങ്ങളും അതിൽ നിന്നൊക്കെ വിട്ടുപോകും. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ പ്രായത്തിലാണ് നിങ്ങൾ അതിനെയൊക്കെ കൂടുതൽ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നോക്കിക്കാണുന്നത്. അത് ഈ സമയത്ത് അത് ഇപ്പോൾ തന്നെ അത് നിങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ പണ്ട് കുഞ്ഞുനാളിൽ ഇങ്ങനെ അമ്പിളിയമ്മാവനെ കുറിച്ച് ഒരു പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ ചന്ദ്രനെ കാണാൻ ഇഷ്ടമുള്ള ഒരു പ്രായമാണ് നിങ്ങളുടേത് ഇപ്പോഴത്തെ ഒരു വയസ്സെന്ന് പറയുന്നത്. അപ്പം രാത്രികാലങ്ങളിൽ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളിൽ ചന്ദ്രനാണ് ഏറ്റവും പ്രാമുഖ്യം. ചന്ദ്രൻ കുറച്ച് വലുതായിട്ട് കാണുന്നത് കൊണ്ട് നമ്മൾ അതിന് പെട്ടെന്ന് വിസിബിൾ ആണ് ചന്ദ്രൻ. പക്ഷെ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പം കുറച്ചുകൂടി ചെറുതായിട്ട് വന്ന് പല വലിപ്പത്തിലാണ് അത് ജ്വലിച്ച് നിൽക്കുന്നത്. അതും കൃഷ്ണ ഭഗവാന്റെ ശ്രേയസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ജ്യോതിസ് കൊണ്ടാണ്, എൻ്റെ ആ ഒരു തിളക്കം കൊണ്ടാണ്, ഞാനാണ് അതിനും പ്രഭാവം കൊടുക്കുന്നത്, തിളക്കം കൊടുക്കുന്നത് എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് ഇവിടെ. അതാണ് ഈ ശ്ലോകത്തിൽ അർത്ഥമാക്കുന്നത്. എന്തു പറഞ്ഞാൽ
പരമാത്മാവിലും ജീവാണുവിലും എല്ലായിടവും എൻ്റെ ശക്തിയും എന്താണ് എൻ്റെ ഗുണവും എൻ്റെ ഐശ്വര്യവും എൻ്റെ പ്രഭാവവും തന്നെയാണ് ഉള്ളതെന്ന് ഭഗവാൻ പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുകയാണ്. അർജുനൻ ചോദിക്കുന്നതും ലോക ജനതയ്ക്ക് വേണ്ടി, അറിവില്ലാത്ത നമ്മളെ പോലുള്ള ജനതയ്ക്ക് വേണ്ടിയാണ് അർജുനൻ വീണ്ടും വീണ്ടും ഈ ചോദ്യങ്ങൾ കൃഷ്ണന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ലക്ഷ്യമാക്കി പറയുന്ന മറുപടിയും ഈ ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം അറിവില്ലാത്ത ജനങ്ങൾക്ക് അറിവുണ്ടാകണമെങ്കിൽ ഇങ്ങനെ ഒരു ഉപദേശം വേണമെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഗീതോപദേശം അർജുനനെ ലക്ഷ്യമാക്കി ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്, നമുക്ക് വേണ്ടി രചിച്ചു വെച്ചിട്ടുള്ളത്, നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. നമ്മൾ അത് നോക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്തെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ ഹിന്ദു സംസ്കാരത്തില് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ഭഗവത്ഗീതയോ അതുപോലെ മഹാഭാഗവതമോ രാമായണമോ ഇല്ലാത്ത ധാരാളം വീടുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. കാരണം ഭൗതികമായ കാര്യങ്ങളിൽ മുഴുകി ജനങ്ങള് അതിൽ അന്ധരായി പെട്ടുപോവുകയാണ്, അറിവില്ലാത്തവരായി മാറുകയാണ്. അവർക്ക് അതിന് വേണ്ടുന്ന ബുദ്ധിയും വിവേചന ബോധവും അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഈ വീഡിയോയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഭഗവത്ഗീത കേൾക്കാൻ വന്നിരിക്കുന്ന, പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ 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 ഉത്കൃഷ്ടമാണ്. നിങ്ങൾ അതിനെ വളരെ നന്നായി വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞങ്ങളുടെ ഒന്നും കാലഘട്ടത്തിൽ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള എല്ലാ യോഗ ബന്ധുക്കളുടെയും നിങ്ങളുടെ കൊച്ചുകുട്ടികളുടെ പ്രായത്തിൽ, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് ഇതൊന്നും ലഭ്യമായിരുന്നില്ല. കാരണം അന്ന് ഇമാതിരി നെറ്റോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ ഫോണോ ടാബോ മറ്റ് മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പറഞ്ഞു തരാൻ അതിനൊക്കെ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് ഒരു ഫോൺ എടുത്തു വെച്ച് യൂട്യൂബ് ഓപ്പൺ ആക്കി നമുക്ക് വേണ്ടുന്നത് അടിച്ചു കൊടുത്താൽ എല്ലാം നമ്മളുടെ ഒരു വിരൽ തുമ്പിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്കുണ്ട്. അതാണ് നമ്മുടെ ടെക്നോളജി, IT മേഖല അത്രമാത്രം വികസിച്ചു എന്നുള്ളതിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ഇതൊക്കെ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ ഈ ഒരു വേദി, ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ നന്നായിട്ട് എല്ലാവരും വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ഭക്തിയോടെ, കൃഷ്ണഭക്തിയോടെ തന്നെ എന്ന് പറയാം, നിങ്ങളിത് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭക്തിയോ ഒപ്പം വേണം, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഭയവും വേണം. ഭഗവാൻ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. ഭഗവാന് നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണ് ഉള്ളതെങ്കിൽ ഭഗവാൻ പറയുന്നുണ്ട് 6ാമതൊരു ഇന്ദ്രിയമാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പം നമ്മളുടെയൊക്കെ മനസ്സിലാണ് ഭഗവാൻ ഉള്ളത്. അപ്പം കുഞ്ഞുങ്ങളായി നിങ്ങൾ കരുതേണ്ടത് എന്താണ്? ഒരു കുഞ്ഞ് തെറ്റുപോലും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഭഗവാൻ അത് അറിയുന്നുണ്ട്. എല്ലാം അറിയുന്നവനായി അങ്ങ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നാണ് ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. നമ്മൾ എന്തൊക്കെയോ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ വരെ ജീവിച്ചെത്തി. ഇനി അങ്ങോട്ടുള്ള ജീവിതം വളരെ കുറച്ച് മാത്രമാണ്. അതിൽ ഇത്രയൊക്കെ അറിയാനും അറിയിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവയെല്ലാം ഇവിടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ അത് വളരെ ഭക്തിയോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കാൻ തയ്യാറാകണം ഓരോരുത്തരും. ഞാൻ അതിൽ നിന്ന് വിട്ട് എൻ്റെ കടമയിലേക്ക് പോവുകയാണ് വീണ്ടും. അപ്പം ഈ ശ്ലോകത്തിൽ അർത്ഥമാക്കുന്ന ഇതാണ്, സൂര്യചന്ദ്രന്മാര് ഞാൻ അതിലും ഏറ്റവും പ്രമുഖനാണ് എന്ന്, അല്ലെങ്കിൽ മുന്തിയ ആണെന്ന് ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നു. ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെല്ലാം സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ അനേകം സൂര്യന്മാരുണ്ടെന്ന സിദ്ധാന്തം വേദാന്ത സമ്മതമല്ല എങ്കിൽ പോലും സൂര്യനൊന്നും മാത്രം, സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനം കൊണ്ട് ചന്ദ്രൻ തിളങ്ങുന്നു. അപ്രകാരം തന്നെ നക്ഷത്രങ്ങളും, ഭഗവത്ഗീത ചന്ദ്രനെ നക്ഷത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മിണ്ടി തിളങ്ങുന്ന നക്ഷത്രങ്ങളും സൂര്യന്മാരല്ല, എന്നാൽ അവ ചന്ദ്ര സദൃശമാണ്. അത് സൂര്യന്മാരല്ല, ചന്ദ്ര സദൃശമാണെന്ന് ഭഗവാൻ പറയുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് കടന്നാല്, വേദാനാം സാമവേദോ അസ്മി ദേവാനാം അസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാമി
ഭൂതാനാം അസ്മി ചേതന. വേദങ്ങളിൽ സാമവേദവും ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങളിൽ മനസ്സും ജീവഗണങ്ങളിൽ ജീവചൈതന്യവുമാണ് എന്ന് ഞാനെന്ന് ഭഗവാൻ പറയുകയാണ് അർജുനനോട്. വേദങ്ങളിൽ 4 വേദങ്ങളുണ്ട്, പക്ഷെ അതിൽ ഞാൻ സാമവേദമാണ്. അതുപോലെ തന്നെ ദേവന്മാരിഷ്ടം പോലെയുണ്ട്, പക്ഷെ ഞാന് ഇന്ദ്രനാണ്, ദേവേന്ദ്രനാണ്, ശ്രേഷ്ഠനാണ് ഞാൻ. ഇന്ദ്രിയങ്ങളിൽ നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, 5 ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിലും ഇന്ദ്രിയങ്ങളിൽ മനസ്സാണ് ഞാന്. ജീവഗണങ്ങളിൽ ജീവചൈതന്യവുമാണ്, ജീവബോധമാണ്. ജീവചൈതന്യം എന്ന് പറഞ്ഞാൽ ബോധം, അറിവ് എന്നാണ്, പ്രജ്ഞ എന്നാണ് പറയുന്നത്. അതിന്റെ ഭാവാർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവസത്തുക്കൾക്ക് പ്രജ്ഞയുണ്ട്, ജീവനുള്ളവയ്ക്കെല്ലാം ബോധമുണ്ട്. ജീവനില്ലാത്ത ജഡപദാർത്ഥങ്ങൾക്ക് ജീവനില്ല എന്ന് വെച്ചാൽ പ്രജ്ഞയില്ല, ബോധമില്ല, തിരിച്ചറിവില്ല. ഇതാണ് അവ തമ്മിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു വയ്ക്കുന്നു. പ്രജ്ഞയാണ് സർവോത്കൃഷ്ടവും ശാശ്വതവും, അറിവാണ് ഏറ്റവും ഉത്കൃഷ്ടവും ശാശ്വതവുമാണ്, നശ്വരമല്ല, അത് നശിക്കുന്നില്ല. നമ്മുടെ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഏത് തരത്തിലുള്ള അറിവും അതൊരിക്കലും നശിക്കുന്നില്ല, അത് ശാശ്വതമാണ്, സ്ഥിരമാണ്. നമ്മൾ അതിനെ വേണ്ട രീതിയിൽ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചാൽ, നമ്മുടെ ഉള്ളിൽ അതിനെ സ്ഥിരമായി പ്രതിഷ്ഠിച്ചാൽ, അറിവിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്താൽ ഒരിക്കലും നമുക്ക് നഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അറിവ്, വിദ്യ ഒരിക്കലും നമുക്ക് നഷ്ടമാകുന്നില്ല, ആരും മോഷ്ടിക്കപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഏത് തരത്തിലുള്ള അറിവ് കിട്ടിയാലും അതെല്ലാം ഉത്കൃഷ്ടമാണെന്ന് കരുതി അതിനെ സ്വീകരിക്കുവാൻ കുഞ്ഞുങ്ങളായ നിങ്ങൾ തയ്യാറാകണം എന്നാണ് എനിക്ക് ഇതിലൂടെ ഒന്ന് പറയാനുള്ളത്. പിന്നെ ജഡപദാർത്ഥങ്ങളുടെ സങ്കല്പത്താൽ നിർമ്മിക്കപ്പെടാവുന്നതല്ല പ്രജ്ഞ. ഇവ കൊണ്ടൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല ബുദ്ധി അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ്. നമുക്ക് ഏത് തരത്തിലുള്ള അറിവാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് ആരെല്ലാം ഉപദേശിച്ചാലും, അച്ഛനാണെങ്കിലും അമ്മയാണേലും സുഹൃത്തുക്കളാണേലും, അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടദേവതമാരെ നമ്മൾ മനസ്സിൽ ആരാധിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കൈവിട്ടു പോകുന്ന സന്ദർഭം നമുക്കുണ്ട്. അതൊക്കെ ഇരുന്നോട്ടെ, അതൊക്കെ ഉണ്ടാവും. മനുഷ്യരാകുമ്പോൾ ഇവയെല്ലാം നമുക്ക് സംഭവ്യമാണ്. എങ്കിലും നമ്മൾ യോഗയിൽ പറയുന്ന പോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. കുഞ്ഞുങ്ങളായ നിങ്ങൾ ഈ ചെറുപ്പത്തിലെ അതിനുള്ള ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ചെറുതിലെ എന്ത് കാര്യവും, ഒരു ചെടിക്കും ചെറുതിലെ വളവിട്ട് കൊടുത്താലാണ് ആ ചെടി വളരുന്നത് എന്ന് പറയുന്നത് പോലെ കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ നല്ല അറിവുകൾ, ആത്മീയമായ അറിവുകൾ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ്, അല്ലെ എന്താണ്, എവിടെയാണ് എന്നുള്ള അറിവുകൾ ഇന്നേ നിങ്ങൾ അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾക്കത് മറ്റു കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിലോ ആർക്കെങ്കിലും അത് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അവസരങ്ങൾ വീണ്ടും നമുക്കിനി ധാരാളം അവസരങ്ങൾ വരും. അതൊക്കെ നിങ്ങൾ വിനിയോഗിക്കുകയും ചെയ്യണം. നിങ്ങൾക്കുള്ള അറിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടി നിങ്ങൾ ശ്രമിക്കണം. ഇവിടെ വരാത്ത കൂട്ടുകാരെ കൂടി നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാനും അവർക്കും കൂടി ഇവയൊക്കെ പറഞ്ഞു കൊടുക്കാനും കുഞ്ഞുങ്ങളായ നല്ല കുട്ടികൾ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഇത് ആദ്യത്തെ ഏറ്റവും ഫസ്റ്റിലെ ഒരു ഉദ്യമമാണ്. ഞാൻ അത്ര കണ്ട് ഞാനിതിനെ പഠിച്ചിട്ടും കൈകാര്യം ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരു അപേക്ഷയും കൂടിയുണ്ട്. എല്ലാവരും ഇത് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ അറിവുകൾ എനിക്കറിയാത്തവയെ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു തരണമെന്നും കൂടി ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഇങ്ങനെ പറയാൻ സാധിച്ചതിനും എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരിയോം. ഹരിയോം അക്ക. അപ്പൊ ഇന്ന് നമ്മൾ വിഭൂതി യോഗത്തിലെ 15ാമത്തെ ശ്ലോകത്തിൽ നിന്ന് 22 ശ്ലോകം വരെ നമ്മൾ ചാൻറ്റിങ്ങും അതിൻ്റെ എക്സ്പ്ലനേഷനും കണ്ടു. ധ്യാന ശ്ലോകം ചൊല്ലിയ ധ്യാൻ മാധവ് അണ്ണൻ, ചാൻറ്റിങ് ഗൈഡൻസ് ചെയ്ത രമാക്ക, ശ്ലോകം 15, 16 ചൊല്ലിയ വിവേക് അണ്ണൻ, എക്സ്പ്ലനേഷൻ ചെയ്ത സുനിത അക്ക, അതേപോലെ ശ്ലോകം 17, 18 റിപ്പീറ്റേഷൻ ചെയ്ത ദേവമിത്രു അണ്ണൻ, എക്സ്പ്ലനേഷൻ ചെയ്ത പ്രേമലത അക്ക,
ശ്ലോകം 19, 20 ചാൻറ്റിങ് റിപ്പീറ്റേഷൻ ചെയ്ത ലക്ഷ്മി അക്ക, എക്സ്പ്ലനേറ്റ് ചെയ്ത ഗംഗാക്ക. പിന്നെ 21ഉം 22ഉം ചാൻറ്റിങ് റിപ്പീറ്റേഷൻ ചെയ്ത ഭദ്ര കൃഷ്ണക്കയും എക്സ്പ്ലനേഷൻ ചെയ്ത KS ഓമനക്കുട്ടിയക്കയ്ക്കും എല്ലാവർക്കും നമ്മുടെ സമിതിയുടെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇന്ന് ഏകദേശം ഒരു 50 പേര് ഇവിടെ വന്ന് ഇത് കേട്ടിരുന്നു. എനിക്ക് തോന്നുന്നല്ല, ഞാൻ ഇപ്പോൾ ഒരു സ്വാമി രംഗനാഥാനന്ദ്ജി മഹാരാജ് എഴുതിയ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുകയാണ്, ലോകത്തിൽ എവിടെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആധ്യാത്മികമായ ചിന്തകളിൽ ആസക്തിയുള്ള ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതം തന്നെയാണ്. അത് ഇവിടെ നമുക്ക് ഇപ്പം നാരായണീയമായാലും ഭഗവത്ഗീതയായാലും ഇതിലെല്ലാം ഒരു 50ഓളം ആൾക്കാർ എല്ലാ ദിവസവും ചേരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ എല്ലാവർക്കും ഈ വിഭൂതി കേൾക്കാൻ താല്പര്യമുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. നേരെ ഇരിക്കാം, കൈകൾ നമസ്കാര സ്ഥിതി, കണ്ണുകളടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.